വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. സംഖ്യാപുസ്തകം 31-ാം അധ്യായം 13 മുതൽ വാക്യങ്ങൾ. മോശയും അഹ്റോനും എലയാസറും സമൂഹ നേതാക്കളും അവരെ എതിരേൽക്കാൻ പാളയത്തിന് പുറത്തേക്ക് ചെന്നു. മോശ യുദ്ധം കഴിഞ്ഞ് വന്ന സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായ പടത്തലവന്മാരോട് കോപിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളെയെല്ലാം ജീവനോടെ വെച്ചിരിക്കുന്നുവോ? ഇവരാണ് ബലാമിൻ്റെ ഉപദേശപ്രകാരം പെയോറിലെ സംഭവങ്ങളിൽ ഇസ്രായേൽക്കാരെ കർത്താവിനെതിരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അന്ന് കർത്താവിൻ്റെ സമൂഹത്തിൽ മഹാമാരി ഉണ്ടായി. അതിനാൽ സകല ആൺകുഞ്ഞുങ്ങളെയും പുരുഷനെ അറിഞ്ഞ സ്ത്രീകളെയും വധിക്കുക. എന്നാൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടികളെ നിങ്ങൾക്കായി ജീവനോടെ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങൾ 7 ദിവസം പാളയത്തിന് പുറത്ത് താമസിക്കണം. ആരെയെങ്കിലും കൊന്നവനും കൊല്ലപ്പെട്ട ആരെയെങ്കിലും തൊട്ടവനും ആയി നിങ്ങളിലുള്ളവരെല്ലാം 3-ാം ദിവസവും 7-ാം ദിവസവും തങ്ങളെ തന്നെയും തങ്ങളുടെ തടവുകാരെയും ശുദ്ധീകരിക്കണം. വസ്ത്രങ്ങളും തോൽ, കോലാട്ടിൻ രോമം, തടി ഇവ കൊണ്ട് നിർമ്മിച്ച സകല വസ്തുക്കളും ശുദ്ധീകരിക്കണം. ഈശോയിൽ പ്രിയമുള്ളവരെ, പൊന്നുന്നതെല്ലാം മിന്നല്ല എന്നൊരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ അവർക്ക് നല്ലതെന്ന് തോന്നിയതെല്ലാം അവർ കൊണ്ടുവന്നു. എന്നാൽ ആ കൊള്ള മുതലിലെ ആൺകുട്ടികളെയും വിവാഹിതരായ പുരുഷന്മാരെ അറിഞ്ഞ പെൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ കർത്താവ് പറയുക. ഇവർ കൂടെ ഉണ്ടെങ്കിൽ തെറ്റിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ പല കാര്യങ്ങളും അവരുടെ നന്മയായിട്ട് അവരിൽ ഉണ്ടാകാം. പക്ഷേ അതിൻ്റെ ആന്തരികമായിട്ട് മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യത്തിന് അത് നമുക്ക് ഗുണം ചെയ്യില്ല എന്ന് തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് ദൈവം ചില കാര്യങ്ങളിലൊക്കെ നല്ലതാണെന്ന് നമുക്ക് തോന്നിയാലും അത് നമുക്ക് വേണ്ട എന്ന് ഉള്ള ഒരു ചിന്ത ദൈവം നമുക്ക് തന്നെന്ന് വരാം. അതിനെയൊക്കെ അപ്പോഴേതിയെ സ്വീകരിക്കുവാനും ദൈവഹിതം നിറവേറ്റുവാനും നമ്മൾ ശ്രമിച്ചാൽ പല അനർത്ഥങ്ങളിൽ നിന്നും നമുക്കും വിടുതലുണ്ടാകും. പലപ്പോഴും നമ്മൾ നല്ലതെന്ന് നമുക്ക് തോന്നുന്നത്, കണ്ണിന് ഇമ്പകരമായത്, കാതിന് സുഖകരമായത് ഒക്കെയും നമ്മൾ സ്വന്തമാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ കൂട്ടാനോ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ അനർത്ഥത്തിലേക്ക് പോകും. ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള ഒന്നും നമുക്ക് ചേരുന്നതല്ല എന്ന ബോധ്യം, അത് മറ്റുള്ളവരുടെ വസ്ത്രധാരണം കണ്ടിട്ട് അതുപോലെ അതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നതാകാം. മറ്റുള്ളവരുടെ മോഡലുകൾ കണ്ടിട്ട് അതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നതാകാം. അതിലൊക്കെ എന്താ തെറ്റ്? മനസ്സിലല്ലേ ദൈവം? ഇങ്ങനെ പല ചോദ്യങ്ങളും നമ്മൾക്ക് ചോദിച്ചെന്ന് വരാം. പ്രിയമുള്ളവരെ, തെറ്റാണെന്നും ദൈവഹിതത്തിന് വിരുദ്ധമായതൊന്നും നമ്മളെ ഗുണപ്പെടുത്തുന്നതല്ലെന്നും നമുക്ക് ഗുണം ചെയ്യുന്നതല്ലെന്നും ഉള്ള തിരിച്ചറിവോടുകൂടി ദൈവത്തോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപ നമുക്ക് കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.